എനിക്ക് തോന്നുന്നത് അങ്ങൊരു യാത്രക്കാരനായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ KSRTCയിലെ യാത്രക്കാരനായിരുന്നു. ഞാൻ സ്റ്റുഡന്റ് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എവിടെ വർക്ക് ചെയ്തത്? സെൻട്രൽ ഗവൺമെന്റ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ജോയിന്റ് ഡയറക്ടർ ആയിട്ട് റിട്ടയർ ആയി. 2016 റിട്ടയർ ആയി. ഏത് റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ആമ്പല്ലൂർ എറണാകുളം ആയിരുന്നു. അവിടെ ഇപ്പൊ KSRTC വളരെ കുറവാണ്. എന്നിരുന്നാലും ഞാൻ അന്ന് പാസ് കൊടുക്കുമായിരുന്നു. സ്റ്റുഡൻസിന് പാസ് കൊടുക്കുക, അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഈ സ്ത്രീകൾക്ക് സംവരണം, ഫ്രീ യാത്രാ സൗകര്യം എന്നുള്ള ആ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല ഇപ്പോഴത്തെ സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ കർണാടക, തെലങ്കാന, പഞ്ചാബ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റിലെല്ലാം അവർ മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. വലിയ പ്രോബ്ലം ഇല്ലാതെ പോകുന്നു. പക്ഷെ ആ സ്റ്റേറ്റിന്റെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ വളരെയധികം കടക്കണിയിലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്ന ശേഷം നമ്മൾ റവന്യൂ ഉണ്ടാക്കിയിട്ട് ഘട്ടം ഘട്ടമായി കൊടുക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ സാമ്പത്തികമായി പിന്നോക്കമുള്ള സ്ത്രീകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. എന്തായാലും അവർ ഫ്രീ മാനിഫെസ്റ്റോ ഡിക്ലറേഷൻ ആയതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് സർക്കാരിനത് പാടില്ല. പക്ഷേ എന്നിരുന്നാലും അവർ ഘട്ടം ഘട്ടമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് വലിയ ഹെവി റവന്യൂ ഇനി അത് പറ്റത്തില്ല. ഇനി നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഘട്ടം ഘട്ടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.